തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് സംഘർഷമുണ്ടായത്. വയനാട്ടിലെ തിരുനെല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ CPIM പ്രവർത്തകർ വർഗീയ പരാമർശം നടത്തിയതായും പരാതിയുണ്ട്. കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് ദിവസം തുടങ്ങിയ ആക്രമണത്തിന് ഇനിയും അറുതി വന്നിട്ടില്ല. പാനൂർ പാറാട് CPM പ്രവർത്തകർ വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട് കയറി ആക്രമണം നടത്തി. സംഭവത്തിൽ 50ഓളം CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 44-ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസർ CPM പ്രവർത്തകർ ആക്രമിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന PK സുരേഷിന്റെ കാനയിലെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് KVയുടെ വീട്ടിൽ റീത്ത് വച്ചു. രാമന്തളിയിൽ മഹാത്മാഗാന്ധി പ്രതിമയുടെ മൂക്ക് തകർത്തതായും പരാതിയുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിനിടെ കിളിമാനൂരിലുണ്ടായ സംഘർഷത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കോഴിക്കോട് ചേമഞ്ചേരിയിൽ സേവാകേന്ദ്രം തകർത്തു. സേവാകേന്ദ്രം നിൽക്കുന്ന 7-ാം വാർഡിൽ CPM പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആക്രമണമെന്ന് BJP ആരോപിച്ചു. വയനാട് മുള്ളൻകൊല്ലിയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. മാടമ്പള്ളിക്കുന്ന് 9-ാം വാർഡിൽ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. സുരഭിക്കവലയിലും പട്ടാണിക്കൂപ്പിലും പാടിച്ചിറയിലും സംഘർഷമുണ്ടായി. തിരുനെല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM പ്രവർത്തകർ വർഗീയ പരാമർശം നടത്തിയതായും പരാതിയുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ച് CPM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ 2 UDF പ്രവർത്തകർ അറസ്റ്റിലായി. പൊന്നാനി സ്വദേശികളായ മുജീബ്, അയ്യൂബ് എന്നിവരാണ് അറസ്റ്റിലായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.